college. Why should I have a change? My wife was teaching in Baker Memorial School. Children were studying in the small classes there. എന്തിനാണ് ഞാൻ മാവേലിക്കരയ്ക്ക് പോകുന്നത്? എനിക്ക് വലിയ ഞാൻ പറഞ്ഞു, എന്നെ അങ്ങ് ഉപേക്ഷിക്കുക, വേറെ പല ആളും പോരാൻ താല്പര്യമുള്ളവർ കാണും, അവരെ ആരെങ്കിലും വിളിക്കും. നോ, ദ ചർച്ച് വോണ്ട്സ് യു. ഒരു അച്ഛനോട് ദ ചർച്ച് വോണ്ട്സ് യു എന്ന് പറയുമ്പോൾ ഹീ കനോട്ട് ജസ്റ്റ് റിഫ്യൂസ് ഇറ്റ്. You want to give me 2 weeks time to think and pray over it. ഞാൻ വീട്ടിൽ പോയി. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഇവിടെ മാവേലിക്കര വന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു കയറി വരുന്നിടത്ത് ഒരു പിലാവുണ്ടായിരുന്നു, വലിയൊരു പിലാവ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു 5-8 വീടുകൾ താമസിക്കുന്നവരുണ്ട്, പള്ളിയുണ്ട്, ശവക്കോട്ടയുണ്ട്, പള്ളിക്കൂടമുണ്ട്. ഇവിടെയാണ് കോളേജ് പണിയാൻ പോകുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവിടെ നിന്ന് ആലോചിച്ചു, പ്രാർത്ഥിച്ചു. സംതിങ് വാസ് സ്പീക്കിംഗ് ടു മീ. ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാകാൻ പറഞ്ഞാൽ ഐ വോണ്ട് യു ടു ബി ഹിയർ. ഇറ്റ് വാസ് ഗോഡ്സ് വോയിസ്, ആൻ ഇന്നർ വോയിസ് കമ്മിങ് ആൻഡ് സേയിങ് ഐ വോണ്ട് യു ടു ബി ഹിയർ. ഐ വെൻറ്റ് ബാക്ക്, മെറ്റ് ദ ബിഷപ്പ് ആൻഡ് സെഡ് ഐ അക്സെപ്റ്റ്. അങ്ങനെയാണ് ഞാൻ മാവേലിക്കര വരുവാൻ ഇടയായത് 1964. ഇവിടെ വന്നത് എൻ്റെ ജീവിതത്തിന് വേറെ ഒരു ഘട്ടമായിട്ട് കാണുകയാണ്. ഒന്നുമില്ലാത്ത സ്ഥലത്ത്, പൊട്ടക്കൊന്നായിരുന്ന സ്ഥലത്ത് ഇവിടെ താമസിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ച് കോളേജിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള ചുമതല. ഒരു വലിയ കഴിവൊന്നുമില്ലാത്ത എന്നെ ദൈവം ഈ ചുമതല ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ഞാൻ കാണുന്നു. 25 വർഷം ഇവിടെ പഠിപ്പിക്കുവാനായിട്ട്, ജോലി ചെയ്യുവാനിടയായി, നിങ്ങളെയൊക്കെ പ്രിൻസിപ്പലായിട്ടിരിക്കാനിടയായി, ഒക്കെ ദൈവാനുഗ്രഹമാണ്. ദാറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ ഫോർ മീ. 1989 മാർച്ച് മാസത്തിൽ ഞാൻ റിട്ടയർ ചെയ്തു. വീട്ടിൽ പോയി അവിടെ താമസിക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ മാറി ഒരു സ്ഥാപനമുണ്ട്, മുണ്ടകപ്പാടം മന്ദിരങ്ങൾ. പ്രധാനമായിട്ടുള്ളത് ഒരു അഗതി മന്ദിരമാണ്. 1933 ആരംഭിച്ച ഒരു അഗതി മന്ദിരം. പ്രായം ചെന്ന ആളുകൾ, ആരും ശരണമില്ലാത്ത ആളുകളെ താമസിപ്പിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു കേന്ദ്രം. അതിൻ്റെയൊക്കെ ചുമതല വഹിക്കാനായിട്ട് വരണമെന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് ദൈവനിയോഗമായിട്ട് കണ്ടു. മന്ദിരത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. മന്ദിരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വരെ പ്രവർത്തിക്കാനിടയായി. ഒരാശുപത്രി, 33 ആരംഭിച്ച ആശുപത്രി, 43 ആരംഭിച്ച ഒരു ഡിസ്പെൻസറി, ഒരു ആശുപത്രിയായിട്ട് വളർന്നു. 200 ബെഡുള്ളൊരു ഹോസ്പിറ്റൽ. അങ്ങനെ പല പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച ഒരു കേന്ദ്രമാണ് മുണ്ടകപ്പാടം മന്ദിരങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായത് ഒരു ദൈവനിയോഗമായിട്ട് ഞാനിപ്പോഴും കാണുന്നു. 2001 വേറെ ഒരു സ്ഥാപനം കൂടി അതിൽ തുടങ്ങിയ ഒരു ബാലിക മന്ദിരം. അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഭവനം. 2 ദിവസമൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടും. അവരൊക്കെ വളർത്തുന്ന ഒരു കേന്ദ്രം. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെ അവിടെ വളർത്താനായിട്ട് സാധിച്ചു. 3 പേര് നേഴ്സിംഗ് പാസ്സായി കഴിഞ്ഞു. ഒരാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരാൾ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ BSc നേഴ്സിംഗ് പഠിക്കുന്നു. മറ്റൊരു കുട്ടി ഇപ്പോൾ ജനറൽ നേഴ്സിംഗ് ഡിസ്റ്റിങ്ഷനോട് പാസ്സായിട്ടിരിക്കുകയാണ്. ഏറ്റവും ഇളയ കുട്ടിക്ക് ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നതൊക്കെ ജോലിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ദൈവനിയോഗമായിട്ട് കാണുകയാണ്. എനിക്ക് എന്നെക്കുറിച്ചുണ്ടായിരുന്ന പ്ലാൻ ഒന്ന്, പക്ഷേ ഞാൻ പോയ പാത വേറൊന്ന്. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് ജീവൻ തന്നത് ദൈവമാണ്, ശ്വാസമൂതിയ ദൈവമാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ആവശ്യങ്ങൾ നടത്തുന്ന ദൈവകൃപയാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക, പ്രവർത്തിക്കുക. അതാണ് ജീവിതത്തിൻ്റെ സാഫല്യം. വേർ ഗോഡ് വോണ്ട്സ് യു ടു ബി അറ്റ് ദ പ്ലേസ് വേർ ഗോഡ് വോണ്ട്സ് യു ടു ബി. ജീവിതത്തിൽ സക്സസ് ആയിരുന്നോ ഇല്ലയോ എന്ന് അറിയുന്നത്, ആർ യു അറ്റ് ദ പ്ലേസ് വേർ ഗോഡ് വോണ്ട്സ് യു ടു ബി. അതാണെങ്കിൽ അത് നിശ്ചയമായിട്ടും സക്സസ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. ധനം സമ്പാദിച്ചോ, ധനവാനായോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ആർ യു അറ്റ് ദ പ്ലേസ് വെർ ഗോഡ് വോണ്ട്സ് യു ടു ബി. ആ സ്ഥാനത്തിരുന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏകദൂത്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ഈച്ച് വൺ ഓഫ് യു. ട്രൈ ടു ഫൈൻഡ് വാട്ട് ഗോഡ് പ്ലാൻസ് ഫോർ മീ ആൻഡ് ബി ഒബീഡിയൻറ്റ് ടു ഹിം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയൊക്കെ കാണാനിടയായി വളരെ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായി നിങ്ങൾ ഈ മീറ്റിംഗ് ക്രമീകരിച്ചു.
അതിനൊക്കെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എത്ര കാലം ജീവിക്കുമെന്ന് അറിയാൻ പാടില്ല. പ്രോബ്ലി ദിസ് മേ ബി ലാസ്റ്റ് വിസിറ്റ് ടു മാവേലിക്കര, ഐ ഡു നോട്ട് നോ. 87 വയസ്സ് പൂർത്തിയായി, 88ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഇത്രയും കാലം നടത്തി, ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിംഗ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. സ്മാർട്ട് ഫോണുകൾ ഉള്ളവരെല്ലാം ഫോട്ടോഗ്രാഫർമാരാകുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് മെമ്മറികൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു പ്രയാസവുമില്ല. ഫോണിൽ, കമ്പ്യൂട്ടറിൽ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. പക്ഷേ 35 വർഷം മുമ്പ് അത്തരം ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആളുകൾ ഇന്ന് എങ്ങനെ ഇരിക്കുമെന്നുള്ള നമ്മുടെ പുതിയ തലമുറയെ കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹവും നമുക്കുണ്ട്. അന്നത്തെ ഒരു ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് മക്കളെയോ കൊച്ചുമക്കളുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ അത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊട്ടി മുഖത്തേക്ക് വിടരുന്ന ഒരു ചിരിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പൊടിമീശക്കാരനോ അല്ലെങ്കിൽ ഒരു പാവാടക്കാരിയോ ഒക്കെ ആയിരുന്ന അന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള മാറ്റം, അങ്ങനെ ഒരു ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്തരം ഒരു ഫോട്ടോ ഇപ്പോൾ ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. അന്നത്തെ ഒരു ഫോട്ടോ. ആ ഫോട്ടോ പ്രകാശിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദയവായി വി സി ജോൺ സാർ അത് ഏറ്റുവാങ്ങണമെന്നും അഭ്യർത്ഥിക്കുന്നു. സാബു സാറിനെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും സൗമ്യമായ മുഖഭാവങ്ങളോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഒരു നല്ല മനസ്സ് കാണിക്കുന്ന പ്രിയപ്പെട്ട സാബു സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള റവറൻഡ് കെ സി മാത്യു അച്ഛൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയ ഗുരുക്കന്മാരെ, ഇന്ന് ഇത്തരമൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്ന 1979-81 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ബാച്ചിലെ പ്രിയ സുഹൃത്തുക്കളെ, കുടുംബ അംഗങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളെ, ബിഷപ്പ് മൂർ കോളേജിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സമ്മിശ്ര വികാരങ്ങളോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കെ സി മാത്യു അച്ഛൻ രാവിലെ ഇവിടേക്ക് വന്നപ്പോൾ ഞാനും അച്ഛനെ കാണാമെന്ന താല്പര്യത്തിൽ ഹാളിലേക്ക് കടന്നപ്പോൾ അച്ഛൻ നിങ്ങളുടെ പഴയ ഗ്രൂപ്പ് ഫോട്ടോ എന്നെ കാണിക്കുകയായിരുന്നു. എല്ലാവരുടെയും മുഖം, പ്രത്യേകിച്ച് തല അച്ഛൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ ഓർത്ത്, ഞാനും അന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ് ഇതുപോലെ മുടിയൊക്കെ വളർത്തണം. പക്ഷേ വീട്ടിൽ സമ്മതിക്കാലോ, കുറച്ചൊക്കെ വളർത്തും, ഇങ്ങനെ ഒതുക്കിയൊക്കെ വെക്കും, അത് കഴിയുമ്പം വെട്ടിച്ച് കളയണം. അപ്പോൾ ആ ഒരു കാലമൊക്കെ വീണ്ടും ഓർമ്മിക്കുകയായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും 35 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും കോളേജിലേക്ക് കടന്നു വരുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്നാൽ 35 വർഷത്തിൻ്റെ മാറ്റങ്ങളൊന്നും കോളേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരു സംഗമം നിങ്ങൾ സംഘടിപ്പിച്ചത്. ഈ കോളേജിൽ ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ടും എൻ്റെ ബാച്ചിൽ പെട്ടവരെ ഇതുപോലെയൊന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വളരെ ദീർഘകാലമായുള്ള ആഗ്രഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഇത്തരത്തിൽ ഒരു കൂടിവരവ് നിങ്ങൾക്ക് ഒരുക്കുന്നതിന് സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ മുൻപ് തന്നെ മിസ്റ്റർ സുഭാഷും സാബു ഉമ്മനും
ജയകുമാറും കൂടി എന്നെ കാണുന്നതിന് വന്നിരുന്നു. നിങ്ങളെ ബന്ധപ്പെടുന്നതിന് വേണ്ട അഡ്രസ്സൊക്കെ തപ്പി എടുക്കുന്നതിനായിട്ട്. കോശിനായൻ സാറും അക്കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുത്തിരുന്നു. സാറിന് ഇന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. അതിനു മുൻപ് തന്നെ ആരംഭിച്ച നിങ്ങളുടെ ഈ പ്രവർത്തനം ഇത്രയും പേരെ കൂട്ടിവരുത്തുന്നതിന്, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് മാത്രമായി പോലും നിങ്ങൾ എത്തി എന്നുള്ളത് വലിയ സന്തോഷം, അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് ഞാനതിനെ കാണുന്നു. അതുപോലെ ബിഷപ്പ് മൂർ കോളേജിനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടും ഇതിനെ കാണുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മെ പഠിപ്പിച്ച, നിങ്ങളെപ്പോലെ ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് ഇവിടെയുള്ള അധ്യാപകരെല്ലാവരും എൻ്റെയും അധ്യാപകരാണ്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരും ചിലരെങ്കിലും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ജോൺസൺ സാറ്, അതുപോലെ വെങ്കടാചലം സാറ്, വിക്ടർ സാം സാർ, ഇവരുടെ അഭാവം നമ്മെ തീർത്തും ദുഃഖിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മോടൊപ്പം ഉണ്ടാവേണ്ടവരാണ്. ഇന്ന് നിങ്ങളിങ്ങനെ ഒരു സാവകാശമൊരുക്കി കോളേജിൽ വരുന്നതിന് എടുത്ത താല്പര്യത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ക്രമീകരണങ്ങൾ കാണുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മൊത്തത്തിലുള്ള ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കും. എല്ലാ വർഷവും സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കോളേജിൽ ആനുവൽ ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ സംഘാടനം കൂടി നിങ്ങളെ ഏൽപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും വളരെ മെറ്റിക്കുലസായിട്ട് അതിൻ്റെ പ്ലാനിങ് നിങ്ങൾ നിർവഹിച്ചു. അതിൻ്റെ എക്സിക്യൂഷനിൽ എല്ലാ രംഗത്തും ഞാൻ ഓർക്കുന്നു, നിങ്ങളുടെ ബാച്ചിൽ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ലീവിന് നാട്ടിൽ വരുമ്പോൾ കോളേജിൽ വരുന്നതിനും നിങ്ങളുടെ ഒരുക്കത്തിൻ്റെ ഒരുക്കം എവിടെ വരെ എത്തിയെന്നും കോളേജിൽ നിന്ന് എന്തൊക്കെ സഹായം ചെയ്തു തരണം എന്നൊക്കെയും ഓഫീസിൽ വന്ന് ഷെയർ ചെയ്യുമായിരുന്നു. ആ ഒരു താല്പര്യത്തെ ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഒരു കലാലയം മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കുന്നതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളിലൂടെയാണ്. ബിഷപ്പ് മൂർ കോളേജിൻ്റെ യശസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ താല്പര്യമെടുക്കുന്നു എന്നുള്ളതിലും, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ചെറിയ കൂട്ടായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കോളേജിൻ്റെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം. 2 വർഷം മുൻപ് കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം പല ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും ആസൂത്രണം ചെയ്തു വരുന്നു. പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ, അതിൻ്റെ അവസാന മിനുക്കുപണികൾ ആർക്കിടെക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിൽ ഷിഫ്റ്റ് ആരംഭിച്ചപ്പോൾ താൽക്കാലികമായി കെട്ടിയുയർത്തിയ ആ ബിൽഡിങ്ങിൻ്റെ സ്ഥാനത്ത് പുതിയ ക്ലാസ് മുറികളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഉൾപ്പെടെ പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അക്കാര്യത്തിലും നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും തുടർന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ഈ ഒരു കൂട്ടായ്മയുടെ പേരിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനുള്ള താല്പര്യം ഇതിൻ്റെ സംഘാടകർ എന്നോട് പ്രകടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തുറന്നുള്ള സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനിച്ച് അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ബിഷപ്പ് മൂർ കോളേജിൻ്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ കൂടിവരവിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. നന്ദി സാർ. ഇനിയൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടാനായി ആരതി അജിത്തിനെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മോഹം കൊണ്ടു ഞാൻ ദൂരെ